കേസിന്റെ വിധി നമുക്ക് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 1 മുതൽ 8 വരെയുള്ള, അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതോടൊപ്പം തന്നെ 10-15 ഈ ഗൂഢാലോചന അടക്കം ഉൾപ്പെട്ട അല്ലെങ്കിൽ ഗൂഢാലോചന അടക്കം ഉൾപ്പെട്ട പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. അങ്ങനെ 10 പ്രതികൾക്ക്, ഈ കൊലക്കുറ്റം ചുമത്തിയ 10 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്ത ശിക്ഷയും അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴ വീതമാണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. പിഴത്തുക കുടുംബത്തിന്, അതായത് ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന് നൽകണമെന്നാണ് വിധിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 4 പേർ എന്ന് പറയുന്നത് ഈ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തത്, അതായത് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഈ 4 പേർക്കെതിരെയാണ്. അവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമാണ് ഈ 4 പേരെന്ന് പറയുന്നത്. എന്തായാലും ഇവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ആ രീതിയിലാണ് ഈ ശിക്ഷാവിധി എന്ന് പറയുന്നത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ നടപടികൾ, അതിനെല്ലാം ശേഷമാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, 10-15 പ്രതികൾ, ഇവർക്ക് എതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്ന ഇവർക്കാണ് ഇരട്ട ജീവപര്യന്തം. 1-ാം പ്രതി A പീതാംബരൻ, 2-ാം പ്രതി സജി C ജോർജ്, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി R ശ്രീരാഗ്, 7-ാം പ്രതി A അശ്വിൻ, 8-ാം പ്രതി സുബീഷ്, 10-ാം പ്രതി T രഞ്ജിത്ത്, 15-ാം പ്രതി A സുരേന്ദ്രൻ. ഇവർക്കെതിരെയാണ് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. K മണികണ്ഠൻ 14-ാം പ്രതി, 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, മുൻ MLA ആണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ. ഇവർക്ക് വിധിച്ചിരിക്കുന്നത്, അതായത് ഈ 4 CPM നേതാക്കൾക്കും വിധിച്ചിരിക്കുന്നത് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കോടതിയുടെ വിധി എന്ന് പറയുന്നത്. എന്തായാലും ശിക്ഷാവിധിയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പ്രതികരിച്ചിരുന്നു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഈ വിധിയിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-നെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അല്പസമയം മുമ്പ് രംഗത്ത് വരുന്ന സാഹചര്യം. എന്തായാലും നാടകീയമായ രംഗങ്ങളെല്ലാം തന്നെ കാസർഗോഡ് ഇവരുടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിൽ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ വിധി കേൾക്കാനായി അവിടെ നാടകീയ രംഗങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും കൊലക്കുറ്റം ചുമത്തിയ 10 പേർക്കെതിരെ ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴ വീതവുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മറ്റ് 4 പേർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബം